നമസ്കാരം. ഒരു കവിതാ പുസ്തകം അല്ലെങ്കിൽ ഒരു കഥയുടെ പുസ്തകം കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു ചെറിയ ഇൻസിഡൻ്റ് ഉണ്ട്. ഒരു കഥ, അത് മൊറീഷ്യസ് ഐലൻഡിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു, ഒരു ടൈപ്പ് ഓഫ് ആൽമരം. അപ്പോൾ ഇന്ന് ആൽമരമില്ല. അതിന് കാരണം വേറൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന ഡോഡോ എന്ന് പറഞ്ഞ പക്ഷികൾ ആ ആലിൻ്റെ വിത്ത് കഴിച്ച് അതിൻ്റെ ദഹന വ്യവസ്ഥയിലൂടെ ആ വിത്ത് പുറത്ത് വന്ന് വളർന്നാലേ ആ ആൽമരം അവിടെ ഉണ്ടാവുള്ളൂ. ഡോഡോ പക്ഷികൾക്ക് പണ്ട് പ്രഡേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പാവം പേടിയില്ല. അപ്പോൾ അവിടെ അതിനെ വിഷം ചെയ്ത ഡച്ചുകാരും ഒക്കെ അവരെ പിടിച്ച് തിന്നിട്ട് ഡോഡോ പക്ഷികൾ ഇല്ലാണ്ടായി. അങ്ങനെ ആ ആൽമരം ഇല്ലാണ്ടായി. ഒരു പുസ്തകം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. അതിൽ എഴുതിയിരിക്കുന്ന കവിത അല്ലെങ്കിൽ കഥ എന്ന് പറയുന്ന ഒരു വിത്താണ്. നമ്മുടെ മനസ്സിൽ മനനം ചെയ്ത് ആ ഒരു ദഹന വ്യവസ്ഥയിലൂടെ അത് നമ്മളിലേക്ക് എത്തിയാലാണ് അത് ആ മരമായി, പൂവായി, കായായി മാറുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ടൈറ്റിൽ തന്നെയാണ് എനിക്ക് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അത് ഞാനിങ്ങനെ അസൂയോടെ കണ്ടിരിക്കുകയായിരുന്നു. ധന്യ ടീച്ചറും പ്രദീപ് സാറൊക്കെ എത്ര മനോഹരമായാണ് ഓരോ കവിതകളും വായിച്ച്, അത് ഈ കവിത എന്ന് പറയുന്ന ഒരു മിഠായി പോലെയാണ്. വായിച്ചങ്ങനെ നുണഞ്ഞ് ഒരു കവിത ആവട്ടെ അതെങ്ങനെ നുണഞ്ഞിരിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ഒരു വൈതരണിയാണ്, ജീവനോടിരിക്കുമ്പോൾ പല വൈതരണികളാണ്. അപ്പോൾ ഒരു കവിതയാവട്ടെ കഥയാവട്ടെ നമുക്ക് ഒരു ദിവസം കടന്നു പോകാൻ ഒരു 10 മിനിറ്റിൻ്റെ ഒരു കാര്യമുള്ളൂ. ഒരു കവിത വായിക്കുക, നുണഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ ആശംസ അർപ്പിക്കലാണ് എൻ്റെ ജോലി. ഈ ഒരു പുസ്തകം ഒരുപാട് വായനയിലേക്ക് എത്തട്ടെ, ഒരുപാട് മനസ്സിൽ നല്ല ചിന്തകൾ വരുത്തട്ടെ, ഒരുപാട് പേർക്ക് നുണഞ്ഞ് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.